ഹായ് ഹലോ എവറി വൺ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങൾ ന്യൂസിലാൻഡിൽ എത്തിയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് അതാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ പൂക്കളാണ് കാണുന്നത്. പൂക്കളം ആർട്ടിഫിഷ്യലാണ്. കണ്ടപ്പോൾ കുറേ പേർക്ക് മനസ്സിലായി കാണും അത് ഏട്ടനെയൊന്നും ഉണ്ടാക്കിയത് കേട്ടോ. ഏട്ടനും മോനുമാണ് അത് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ സൺഡേ ആണ് ഓണം. ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ്. ഫ്രൈഡേ നാട്ടിൽ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഓണം ആഘോഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്രൈഡേ ഇവിടെ മോന് സ്കൂളുണ്ടായിരുന്നു, ഏട്ടൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ഏട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അന്ന് ആഘോഷിച്ചില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സൺഡേ ആണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടേക്ക് ഓരോരുത്തർ ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെല്ലാവരും ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചോ? അപ്പോൾ അത് എല്ലാവരും എങ്ങനെ ആഘോഷിച്ച് എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ ചായക്കുള്ള സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചായക്ക് ഉപ്മാവേന്ന് ഉണ്ടാക്കിയിരുന്നതാണല്ലോ പെട്ടെന്ന് സെറ്റ് ആവുന്നത്. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഉപ്മാവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിടക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഏട്ടനാണെങ്കിൽ എന്നെക്കാളും ലേറ്റ് ആയിട്ട് ഏട്ടൻ കിടന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം പൂക്കളും കാര്യങ്ങളൊക്കെ ആദ്യം ഞങ്ങൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിയിരുന്നു. പിന്നെ അത് റെഡി ആയില്ല. പിന്നെ ടിഷ്യൂ വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടൻ നല്ല വൈകിട്ടാണ് കിടന്നത്. അപ്പോൾ ഞാൻ മോനെ ഉറക്കാനുള്ളതുകൊണ്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ അതാ എണീറ്റ് വന്ന് ഞാൻ പായസമൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ അതാ ഞാൻ കൂട്ടുകറിയും പുളിങ്കറിയൊക്കെ തലേദിവസം തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പുളിങ്കറി എന്ന് പറയുന്നത് പുളിയിഞ്ചിയാണ് ചില നാട്ടിൽ പറയാൻ തോന്നുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പുളിങ്കറി എന്നാണ് പറയുക കേട്ടോ. പിന്നെ ഇതാ ഓലനുണ്ട്. പിന്നെ കൂട്ടുകറി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ കടലപ്പരിപ്പ് വെച്ചിട്ടുണ്ടാക്കുക കേട്ടോ. ചില നാട്ടിൽ കടല വെച്ചിട്ടുണ്ടാക്കാൻ തോന്നുന്നു. പിന്നെ അതേപോലെ ഓലൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ മഞ്ഞ കളർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുമ്പളങ്ങ കിട്ടിയില്ല. അപ്പോൾ മത്തം വെച്ചിട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തനാണെങ്കിൽ കുറച്ച് വെന്ത് പോയി. അപ്പോൾ അതുകൊണ്ട് നല്ല യെല്ലോ കളറായിട്ടോ. പക്ഷെ കാണാൻ അങ്ങനെയെന്നുള്ളൂ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ കൂട്ടുകറിയും പുളിങ്കറിയും തലേന്ന് സെറ്റാക്കി വെച്ചു. സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ കരിഞ്ഞ് വെച്ച് തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വറുത്തരച്ചത് രാവിലെ ആയിരുന്നു കേട്ടോ. കാരണം സാമ്പാറൊക്കെ ചിലപ്പോൾ കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വറുത്തരച്ചൊക്കെ വെച്ചത് രാവിലെ ആയിരുന്നു. പിന്നെ ഓലിന് അതേപോലെ ഞാൻ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ രാവിലെയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സാമ്പാറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ചില നാട്ടിൽ ഇതേപോലെ തന്നെ തേങ്ങ വറുത്തരയ്ക്കാണ്ടാണ് സാമ്പാർ വെക്കാൻ തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിൽ വറുത്തരച്ചിട്ടാണ് വെക്കുക. പിന്നെ ഇതാ പായസമൊക്കെ റെഡി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കാരണം അതിനിടയിൽ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഏകദേശം ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് 1/2 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. പിന്നെ പൂക്കളം ഉണ്ടാക്കിയതും പിന്നെ ഓണത്തപ്പനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ അതൊക്കെ അന്നാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഓണത്തപ്പന അന്നാണ് ഉണ്ടാക്കിയത്. അപ്പം അത് ഡിക്കിയിലാണ്, വണ്ടീൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചതുകൊണ്ട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ വെക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വണ്ടി സ്പീഡിൽ പോകുമ്പോൾ അങ്ങനെ തെള്ളി, അതായത് പുറത്തേക്ക് വരാനുള്ളൊരു ടെൻഡൻസി കാണിച്ചപ്പോൾ ഞാനതിങ്ങനെ ഹാൻഡിൽ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ വളരെ സ്ലോയിലാണ് കാർ ഓടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും ട്രഡീഷണൽ ലുക്കിലാണ്. അതുകൂട്ടന്നെ ഇതാ മുണ്ടും ഷർട്ടാണ്. ആദ്യമായാലും മുണ്ടും ഷർട്ടാണ് ഏട്ടനും. പിന്നെ ഞാൻ ധാവണിയായിരുന്നു കേട്ടോ. പിന്നെ മുണ്ട് ഒക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഷർട്ട് പിന്നെ ഇവിടെ എത്തിയതിന് ശേഷമാണ് വാങ്ങിച്ചത്. പിന്നെ ധാവണി ഇതേപോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു കേട്ടോ. കുറച്ച് പേര് ഞാൻ, അതായത് 1-2 പേരുടെ അടുത്ത് ഷോർട്ട് വീഡിയോ എടുത്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ന്യൂസിലാൻഡിൽ നിന്ന് വാങ്ങിയതാണോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഇങ്ങനത്തെ ഡ്രസ്സ് കാര്യങ്ങളുടെ ഷോപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഫ്ലവർ ഇതാ, അതും ആർട്ടിഫിഷ്യലാണ്. അതും ഇവിടെ ഒറിജിനലി കിട്ടാൻ ചാൻസ് ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഇതിൻ്റെ ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. കുറേ ഇന്ത്യൻസിൻ്റെ ഒക്കെ കടകളുണ്ട്, പക്ഷേ അവിടെ ഒന്നും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഫ്ലവർ ആയാലും കിട്ടില്ല. അതാണ് കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് പൂക്കളം സെറ്റാക്കിയത്. അങ്ങനെ ഞങ്ങളിതാ പറഞ്ഞ നേരം കൊണ്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തി കേട്ടോ. അവിടെ ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വൈകിയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് കാണിച്ച പൂക്കളുണ്ടല്ലോ അത് എല്ലാം സെറ്റായിരുന്നു. പക്ഷേ കുറച്ചുകൂടി ഡ്രൈ ആവണ്ടായിരുന്നു, കാരണം രാത്രി എന്നല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ കുറച്ച് വെയിൽ കണ്ടപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, വെയിലുണ്ട്, പുറത്ത് വെച്ചാൽ ഒന്ന് ഡ്രൈ ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ തന്നെയാണ് എടുത്ത് കൊണ്ടുവന്ന് പുറത്തേക്ക് വെക്കാൻ പോയത്. അവിടുന്ന് സ്ലിപ്പായിട്ട് താഴെ വീണു. അപ്പോൾ ആകെ പണി കിട്ടിയെന്ന് പറയാം. ഒന്നാമത് അതിൻ്റെ കളേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായിപ്പോയി. പിന്നെയും വീണ്ടും സ്റ്റാർട്ടിങ്ങിലുള്ളതുപോലെ തന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ മെനക്കെട്ട് കിട്ടും. ഫുഡ് കളറാണ് മെയിനായിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡ് കളറാണെന്നുണ്ടെങ്കിലൊക്കെ ആഡ് ചെയ്ത് തീർന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഏട്ടൻ പോയി കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് ഒന്നൊക്കെ സെറ്റാക്കി അങ്ങനെ കുറേ ടൈം വൈകി. പിന്നെ ഓണത്തപ്പനെയും
അന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്ക് കൊണ്ട് നേരം വൈകിപ്പോയി കുറച്ച്. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങളിത് വിചാരിച്ചത് കൊണ്ടാണ് പിന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഏകദേശം സെറ്റായില്ലേ. പിന്നെ എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഉള്ളിലൊരിത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് ഉണ്ടാക്കാതെ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിൻ്റെ മുകളിൽ മെനക്കെട്ട് നിന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇവിടെ ഒരു ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇവർ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ വെയിറ്റ് ചെയ്യേണ്ട, കുറച്ച് ലേറ്റ് ആവും, അപ്പോൾ അതുകൊണ്ട് കേക്ക് കട്ടിങ്ങൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എത്തിയപ്പം തന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ബലൂണൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ, അതായത് ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ റൂമിലുള്ളവരല്ല, പല സ്ഥലത്തുള്ള ആൾക്കാരാണ് കേട്ടോ, ഓക്ലാൻഡിൽ തന്നെ. അപ്പോൾ അവരെല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ വന്നിട്ടുണ്ട്, തലേ ദിവസം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ ഇതാ 2 ഫാമിലീസ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫാമിലി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ ഇതാ ഇവിടെ ഇരിക്കുന്നവർക്ക് വേറെ ഈ ഫാമിലി, ഇവരൊക്കെ ഞാനിവിടെ എത്തിയതിൻ്റെ ശേഷം പരിചയപ്പെടുന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ അറിയാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വേറെ ഒരു ഓണം സെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ തന്നെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗെയിമിലേക്കൊക്കെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഇലയൊക്കെ വെച്ച് ഓരോ വിഭവങ്ങൾ ഓരോ ചേട്ടന്മാർ വിളമ്പുന്നുണ്ട് കേട്ടോ. ഇല നമുക്ക് നാട്ടിലത്തെ പോലെ വാഴഞ്ചില ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കുറച്ചുകൂടി ഈസി ഇതാണ്, പേപ്പർ ബനാന ലീഫാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ സദ്യ കഴിക്കാൻ എല്ലാവരും അവിടെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ട്രഡീഷണൽ ഒരു തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഞാനിവിടെ വിഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, എക്സ്ട്രാ ആയിട്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. കുറേയൊക്കെ ചേട്ടന്മാരുണ്ടാക്കിയതും കുറേ ഞങ്ങളെ പോലുള്ള കുറേ ഫാമിലി രണ്ട് ഫാമിലീസും എല്ലാവരും കൂടിയൊക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല സദ്യയായിരുന്നു, എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ തിരുവനന്തപുരം, അതേപോലെ തൃശ്ശൂർ, കോട്ടയം, പിന്നെ കോഴിക്കോട്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവിടുത്തെയൊക്കെ ആ ഒരു എന്താ പറയുക വിഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്, വെറൈറ്റി ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇതാ വീഡിയോ എടുക്കുകയാണ്. അതായത് ഒരു ഫാമിലിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൂടെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല, ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ആദ്യം കഴിച്ചുള്ളൂ. അപ്പോൾ ഇവർക്ക് നേരത്തെ ഇറങ്ങാനുള്ളത് കൊണ്ട് പിന്നെ ഇവരെ യാത്രയാക്കിയതിന് ശേഷം ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരിറങ്ങുന്നതിന് മുന്നേ എല്ലാവരും അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കി പിന്നെ അവരിരുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ഗെയിമിലേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ കണ്ട സുന്ദരീനെ കണ്ടോ, അത് ഈ ചേട്ടൻ വരച്ചതാണ് കേട്ടോ. നീല പച്ച ഷർട്ടിട്ട ദീപേഷേട്ടൻ വരച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മക്കൾക്ക് ഇന്ന് മെയിനായിട്ട് ഗെയിമൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ എല്ലാവരും 1 by 1 ആയിട്ട് ഗെയിമിൽ പങ്കെടുത്തു. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. എന്തായാലും ഓണം കളറാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമല്ല കേട്ടോ, പിന്നെ വേറെ ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മ്യൂസിക്കൽ ചെയറൊക്കെ അതുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ ചെയർ കുറവായതുകൊണ്ട് പിന്നെ ഒരുപാട് പേരും ഉണ്ട്, അതുകൊണ്ട് പിന്നെ മ്യൂസിക്കൽ ചെയർ ഇല്ലായിരുന്നു. അല്ലാണ്ട് വേറെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് സുന്ദരിക്ക് പൊട്ട് തൊടുകയാണ്. അതിൽ 1-2 പേര് കറക്റ്റായിട്ട് പൊട്ട് തൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു, നല്ല അടിച്ച് പൊളിച്ച് ന്യൂസിലാൻഡിലെ ഓണം എന്ന് പറയുന്നത്. പിന്നെന്താ ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് വെച്ചാൽ ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ നിന്നൊക്കെ വിളിച്ചപ്പോൾ അമ്മയ്ക്കൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങളില്ലാത്ത ഒരു ഓണമായിരുന്നു നാട്ടിൽ. എന്ന് വെച്ചാൽ ഞാനില്ല, അനിയത്തിയാണെങ്കിൽ ബഹറിൽ സെറ്റിലാണ്, ഞങ്ങളാണെങ്കിൽ ഇവിടെയാണ്. അപ്പോൾ ഞങ്ങളാരും ഇല്ലാത്തൊരു ഓണമായിരുന്നു. പക്ഷേ നാട്ടിലായാലും എൻ്റെ അച്ഛൻ്റെ ഫാമിലി ആയാലും അമ്മൻ്റെ ഫാമിലി ആയാലും അവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് വീഡിയോ കോളിലൊക്കെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, കാരണം വിഷു ഓണത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറി നിന്നിട്ടില്ല, എല്ലാവരും ഉണ്ടാവാറുണ്ട് നാട്ടിൽ. അപ്പോൾ അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു സന്തോഷമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ എന്താ പറയുക സെറ്റായിട്ടോ. എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു ഓണം. അങ്ങനെ ന്യൂസിലാൻഡിലെ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഓണം ഇല്ലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ ഫാദർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 10-16 ദിവസമായിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലെ ഓണം, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഓണം എന്ന് പറഞ്ഞത് അവിടെയും ഒരു ഓണാഘോഷമില്ലായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എന്താ പറയുക ഒരു വിഷമമൊക്കെ ആയിരുന്നു എനിക്ക്. കാരണം നമ്മളത്രയും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുക, അല്ലെങ്കിൽ
കഴിഞ്ഞ ഓണത്തിന് കണ്ടവരെ ഈ ഓണത്തിന് കാണാണ്ടാവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇല്ലയെന്നറിയുമ്പോഴുള്ള വിഷമം അതൊക്കെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നതിന് കുറച്ച് മുമ്പ് തന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റിക്കവറായി വന്നതായിരുന്നു. പിന്നെ ഈ ഒരു എന്താ പറയുക 2-3 മാസം മുന്നേ ഒട്ടും ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. അതുണ്ടായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകൊണ്ടാണ് പിന്നെ മരണപ്പെട്ടത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു കേട്ടോ. എന്താ പറയുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയ്ക്കും എല്ലാത്തിനും ആക്റ്റീവായിട്ടുള്ള ഒരാൾ ഇല്ലയെന്ന് കേട്ടപ്പോഴേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛനെ പോലെ തന്നെയായിരുന്നു ഞാൻ അവരെയും കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ ഇളച്ചി, അതായത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫാണ് അവരുടെ ഫാദർ. എല്ലാത്തിനും എല്ലാ ഒരു ഫങ്ഷനായാലും എല്ലാത്തിനും കൂടെ ഉണ്ടാകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആളില്ലാന്ന് കേട്ടപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എത്തിയപ്പോഴാണ് അതൊക്കെ ഒന്ന് സെറ്റായത്, നമ്മുടെ മൈൻഡിൽ നിന്ന് അതൊക്കെ ഒന്ന് റിലീസായത്. അപ്പോൾ എല്ലാവരും ഓണവും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക. കാരണം അടുത്ത ഓണം അല്ലെങ്കിൽ അടുത്ത വിഷു, അടുത്ത എന്തെങ്കിലും ആഘോഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റുമെന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ സമയവും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഓണം. അപ്പോൾ ഞങ്ങൾ ഇതാ ഇവിടെ പിന്നെ അടുത്ത ഗെയിമിലേക്ക് ഇറങ്ങി. കുട്ടികളാണെന്നുണ്ടെങ്കിലും ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ ഇവർ ഇതാ ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ആദ്യമൊക്കെ ചെറുതായതുകൊണ്ട് ആദ്യമൊന്നും അങ്ങനെ കൂടുതൽ അങ്ങനെ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മെയിനായിട്ട് ആദ്യം പിന്നെ ഇതാ മോളായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളൊക്കെ ഗെയിമിലേക്ക് ഇറങ്ങി. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ചോക്ലേറ്റൊക്കെ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈവനിങ് വേറൊരു പ്രോഗ്രാം ഉണ്ട്. അത് എന്താ പറയുക, അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ആയിരിക്കും. ഇപ്പം തന്നെ കുറച്ച് ലോങ് ആണ്. അപ്പോൾ പിന്നെ അത് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് വെച്ചിട്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഈ ഓണാഘോഷം മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടുന്ന് പോയതിൻ്റെ ശേഷം വേറൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഓണത്തിൻ്റെ അല്ല, അത് വേറെയാണ്. അത് ഞാൻ ആ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ ഇവിടെ തന്നെ ഞങ്ങൾ ഗെയിമും കാര്യങ്ങളൊക്കെ നേരത്തെ ആക്കി. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ വിചാരിക്കുന്നത് ധാവണിയൊക്കെ എടുത്ത് പോയിട്ട് തണുപ്പിൽ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ രാവിലെ പോകുമ്പോൾ നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് തണുപ്പ് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈവനിങ് ആയപ്പോഴത്തേക്ക് ചെറിയ തോതിൽ മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെ പുറത്തുനിന്ന് എടുത്തപ്പോൾ നല്ല കാറ്റും ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ മഴ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക വലിയ സ്ട്രോങ് ആയിട്ട് പെയ്യില്ല, എന്നാലും ചെറിയ രീതിയിൽ അത്യാവശ്യം മഴ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതാ ദീപേഷേട്ടൻ നമുക്ക് കുറച്ച് കറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ അവരുണ്ടാക്കിയ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാറിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ പോവാണ്. ഇവിടുന്ന് ഏകദേശം 1/2 മണിക്കൂറുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞത് വേറൊരു ഫംഗ്ഷനും പോകാനും ഉണ്ട്. അപ്പോൾ അത് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ആ ഫംഗ്ഷൻ തുടങ്ങുക. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവിടെ എത്തണമല്ലോ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് ഏകദേശം സമയം 4 മണി 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ സീറ്റിലൊക്കെ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടെടുത്തു. ഞങ്ങളിവിടുന്ന് അങ്ങനെ ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അല്ലാതെ മഴയൊന്നുമില്ല, ചെറിയ രീതിയിലൊന്ന് ചാറുന്നുണ്ട്, അതേപോലെ അത് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങൾ ന്യൂസിലാൻഡിലെ ഓണാഘോഷം എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയായിരുന്നു. എന്താ പറയുക, കുറച്ച് സന്തോഷവും കുറച്ച് സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നൊരു ഓണമായിരുന്നു. എന്തായാലും അടിച്ചു പൊളിച്ചു ഓണം. പിന്നെ ഇതാ നമ്മളെ ഏട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഒത്തിട്ടുള്ള ഈ ഒരു ഓണം മാത്രമേ ഇവിടെ അവസാനിച്ചിട്ടുള്ളൂ. ഇവിടെ ഇനിയും ഒരുപാട് ഓണം സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ, ഒത്തിരി സ്ഥലത്തുണ്ട്. അപ്പോൾ ന്യൂസിലാൻഡിലായാലും ഇതേപോലുള്ള മറ്റ് രാജ്യങ്ങളിലായാലും പിന്നെ ഈ പ്രവാസികളുടെ ഓണം എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. നമുക്കിവിടെ ക്രിസ്മസ് വരെ ഓണമായിരിക്കും എന്നാണ് കേട്ടോ പറയണേ. എന്താണെന്ന് വെച്ചാൽ നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം നോക്കിയിട്ടാണ് ഇവിടെയൊക്കെ ഓണം ആഘോഷിക്കുക. ഇവിടെ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇതേപോലെ രാജ്യങ്ങളിലും അതേപോലെ ഗൾഫ് കൺട്രീസിലൊക്കെ അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ന്യൂസിലാൻഡിലും അതേപോലെ വേറെ രാജ്യങ്ങളിലൊക്കെ ഒത്തിരി മലയാളി സമാജങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വീക്കിലായിരിക്കും ഓരോ പ്രോഗ്രാമും ഓരോ സ്ഥലത്തും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ
അവിടെയൊക്കെ അങ്ങനെ ഓണം നീണ്ടു പോകും, അങ്ങനെ ക്രിസ്മസ് വരെ ഓണമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ നമ്മളെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.